ട്രൗസർ എന്ന് പറഞ്ഞാൽ ട്രൗസർ ഉള്ളിടുന്ന ട്രൗസർ അല്ല, പുറത്തിടുന്ന ട്രൗസർ. 2 ട്രൗസറും 2 ഷർട്ടും ഇട്ടിട്ട് ഞാൻ എന്റെ സ്കൂൾ ജീവിതം നോക്കി. അന്ന് പാപ്പ ജയിലിൽ കുടുങ്ങിയതാണ് ഞാൻ 4ാം ക്ലാസ് വിദ്യാഭ്യാസം നിർത്താനുള്ള കാരണം. പാപ്പ എന്റെ മാതിരി കുറച്ച് ആക്രമാണ്. അവിടെ ഗൾഫ് പോയിട്ട് പുള്ളി അവിടെ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ ഒരു പേപ്പറിന്റെ കച്ചവടം ചെയ്തു, ന്യൂസ് പേപ്പറിന്റെ കച്ചവടം ചെയ്തു. അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ പിന്നെ 1.5 വർഷം അവിടെ കൊണ്ടുപോയി ചെയ്യുന്നു. ജയിലിട്ടപ്പോ നമ്മൾ ഈ സ്കൂൾ പഠിക്കുന്ന പ്രായം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ പോറ്റണ്ട. 3 മക്കളെ വളർത്തണ്ടേ. അന്നാണ് വല്യാപ്പ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ അന്ന് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് 2 പൈക്കളെ വാങ്ങിയിട്ട് പാല് കറന്നിട്ട് എന്റെ 3 മക്കളെ നോക്കി, അതല്ലാതെ എനിക്ക് തരുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ടെന്ന് അറിയും. അങ്ങനെ ആ പൈക്കളെ നോക്കിയിട്ടാണ് എന്റെ ഉമ്മ എന്ത് ചെയ്തത്? നമ്മളെ 3 മക്കളെ പോയിട്ട്. അന്ന് ഞാൻ എന്റെ ഉമ്മനോട് പറയും ഇടക്കിടക്ക് ഇങ്ങനെ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മക്കൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന് പറയും. പക്ഷെ 4ാം ക്ലാസ് നടത്തുന്നത് നമ്മളെ ഉമ്മനോട് പറഞ്ഞു, മോനെ ഒക്കുന്നില്ല, എനിക്ക് എന്തായാലും പഠിക്കാൻ എനിക്ക് വളരെ മോശക്കാരൻ, എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ ഒരു 10 രൂപയുടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഞാൻ ജോലിക്ക് പോയി. 5 രൂപയായിരുന്നു ഇവിടെ ഫ്രണ്ട്സിന്റെ സാലറി. 150 രൂപയായിരുന്നു ഒരു മാസം സാലറി. 150 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ഒരു മാസം അയച്ചു കൊടുപ്പിച്ചു. അങ്ങനെയായിരുന്നു ഒരു കുടുംബം കഴിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എന്റെ ജീവിതത്തിനകത്ത് ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ബോധം വെച്ച് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്റെ ജീവിതത്തിനകത്ത് പല സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ബ്രെഡിന്റെ പെട്ടി തലയിൽ വെച്ചിട്ട് മൈസൂരിൽ നിന്ന് നാഗമംഗലം പറഞ്ഞ സ്ഥലമാണ്, അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ വേണം ബേക്കറി സ്റ്റാളും സാധനം ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടേക്ക് പെട്ടി ബ്രെഡിന്റെ പാക്കറ്റ് തലയിൽ വെച്ച് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മാരുതി 800 കാറ് അന്ന് പുതിയ ലോഞ്ച് ചെയ്ത ഒരു സമയമാണ്. 800 ഒരു മൂട്ട തീർത്ത ഒരു സാധനം. ആ സാധനം കണ്ട സമയത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ കാർ അവിടെ ഉണ്ട്. അങ്ങനെ ആ പെട്ടി അവിടെ ഒക്കെ വെച്ചിട്ട് ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് അതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചങ്ങായിനോട് അന്ന് പറഞ്ഞിട്ടുണ്ട്, തുടരുത് അവിടെ വിട്ടുക്കുന്നത്. നമ്മളിവിടെ ഈ തെരുവിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വന്ന് എന്റെ നോക്കിയാൽ പറയുന്നത് മാറി എന്ന മാതിരി ഇങ്ങനെ എന്നെ എന്ത് ചെയ്തിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മൾ സ്വഭാവമായിട്ട് ആ പെട്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു. പക്ഷെ അതൊക്കെ ഒരു സ്വപ്നമാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഇപ്പോഴാണ് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം അന്നൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. നേടിയെടുക്കാൻ നമ്മുടെ ലൈഫിനകത്ത് വരുന്നതാണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ട ഒരാളെ കാണുകയാണെങ്കിൽ, അന്നേരം നല്ലൊരു പാൻറ് കുപ്പായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കും ഇതുപോലൊരു ഡ്രസ്സിന്റെ ജീവിതത്തിനകത്ത് ഇടാൻ കഴിയുന്നു. അത്യാവശ്യം പക്വത വന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് നല്ല ഫുൾ സ്ലീവ് ഇന്ന് ഞാനൊക്കെ ഇട്ടമായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇൻസ്റ്റന്റ് ചെയ്ത് കോട്ടൊന്നും വേണ്ട, എല്ലാത്ത ലെവലിലും ഡ്രസ്സ് ഇട്ട ഒരു വ്യക്തിനെ കാണുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആഗ്രഹിക്കും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ ഞാൻ തന്നെ സമാധാനിക്കും. 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയ ഒരു ജോലി പോലും കിട്ടാതെ നമ്മളെങ്ങനെ നല്ല ഡ്രസ്സ് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചില്ലേ. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടീഡാണ് വരിക ഫ്രണ്ട്സ്, നമ്മളെ ജീവിതത്തിനകത്ത് വ്യക്തമായിട്ടുള്ള സ്വപ്നങ്ങളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പക്ഷെ ആ കറക്റ്റ് പോയിന്റിലേക്ക് ദൈവം നമ്മൾ എത്തിച്ചിരിക്കും. അതിന് എത്തിച്ചിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ട്സും എഴുതണ്ട. ഇന്ന് നമ്മളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മൈൻഡിനകത്തുള്ളതാണ്. സോ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മൈലേഷ്യൽ ബിസിനസ്സിനകത്ത് 2018 ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്ന സമയത്ത് റഫീഖ് സാറാണ് എന്നെ ബിസിനസ്സിനകത്ത് സ്പോൺസർ ചെയ്തത്. പുള്ളി സ്പോൺസർ ചെയ്തിട്ട് പുള്ളി ഫസ്റ്റ് തന്നെ പുള്ളിയുടെ ഞാൻ പുള്ളിന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ പുള്ളിനോട് പറയണേ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടണം എന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് പുള്ളിനോട് തന്നെ എനിക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം പുള്ളി ഞാനൊക്കെ ബിസിനസ്സിനകത്ത് ഫ്രഷാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നാലും നമുക്ക് ഉള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനൊക്കെ സംസാരിച്ച് പോയ സമയത്ത് എൻ്റെ വൈഫിനോട് അന്ന് ചോദിച്ചു, നിങ്ങൾ ഇനിയും ബിസിനസ് ചെയ്യാനുള്ള പ്ലാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. എന്നാൽ എനിക്കൊന്ന് ആലോചിക്കേണ്ടിയിരുന്നല്ലോ. എന്താ ആലോചിക്കേണ്ടി? ഞാൻ ബിസിനസ് അല്ല കൂടെ ജീവിക്കണമെന്ന്. ബിസിനസ് ഒട്ടും ചെയ്യാനല്ല, എനിക്കൊരു ഐഡിയ അടിച്ചോന്നല്ല. കൂടെ ജീവിക്കണമെങ്കിൽ ആലോചിക്കേണ്ടി വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് മെയിൻ കൊടുത്തില്ല. ഞാൻ ഒരു തീരുമാനം എടുത്ത ആളാണ്. നമ്മൾ പിന്നെ മുന്നോട്ട് വെച്ച കാര്യം നമ്മൾ പുറകോട്ട് പോകില്ല. ഒരാളോരോട് വാക്ക് പറഞ്ഞാലും തിരിച്ചു പറയേണ്ട സിറ്റുവേഷൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അത് നമ്മൾ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റഫീഖ് സാറോട് പറഞ്ഞ വാക്കിന് ഞാൻ എന്തിന്റെ മെയിൻ ഒരു നമ്മളെ പണിയോട് കൂടെ തുടങ്ങി. നമ്മൾ പണി തുടങ്ങി നമ്മൾ 3-4 ആളുകളൊക്കെ സ്പോൺസർ ചെയ്ത സമയത്താണ് അന്ന് റഫീഖ് സാറും നമ്മൾ അപ്ലൈൻ എല്ലാവരും പാടെ കൂടിയിട്ട് അന്ന് മനോജ് സാർ എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 4 ആളെ സ്പോൺസർ ചെയ്ത സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചത്, ഒരു മോട്ടിവേഷൻ, നമുക്കൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടി ഒരു മീറ്റിംഗ് വെച്ചാൽ ആ മീറ്റിങ്ങിനകത്ത് ഞാനൊരു തീരുമാനം എടുത്തു. എന്തായാലും ശരി ബിസിനസിന്റെ അറ്റം കണ്ടിട്ട് കേറുള്ളൂ. എന്റെ കൂടെ 2-3 ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ട് ആ ജോയിൻ ചെയ്ത ആളുകൾ ഓരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? ഓരോ സാറാണ്. അപ്പൊ നമുക്ക് ഒന്നുപാടെ മോട്ടിവേഷൻ കൂടി ഞാൻ പൂർവാധീന ശക്തിയോടുകൂടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച വീട്ടിലെത്തിയുള്ള സിറ്റുവേഷൻ എന്താവും? അവിടെ ഉണ്ട് പൂമുഖവാതിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഏകദേശം വന്നപ്പോ ഒരു 11 മണി വരെ
അപ്പൊ ആകെ ഓളെ ഫേസ് ഒക്കെ ആകെ മാറി, ഓൾക്ക് ഭയങ്കര പ്രയാസമായി, ഓളിങ്ങനെ നിൽക്കുക. അപ്പൊ ചോറ് വയ്ക്കുന്ന സമയത്ത് ഓള് പറഞ്ഞു, എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ കഴിയൂലേ, കുറച്ച് നേരത്തെ വന്നൂടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഓളോളെ ചൊറിച്ചിൽ തുടങ്ങിയ സമയത്ത് ഞാൻ അവളോട്, നമ്മളിങ്ങനെ ഉണ്ടാകാ ചോറാണ്ട് വെച്ചിട്ട് നമ്മൾ ഇണീച്ച് പോകാൻ തന്നെ, പക്ഷെ പകുതി വെച്ച് ചോറ് നിർത്തേണ്ടി വരും. കാരണം വരെ ചൊറിച്ചിലുണ്ട്, ഭയങ്കര രസമുള്ള ചൊറിച്ചിലാണ്. നിർത്തിയപ്പം കരുതി ഞാൻ ഇതോടുകൂടി തീരും എന്നുള്ളതൊക്കെ ഞാൻ ചോറ് വെച്ചാൽ ഞാൻ പോയിട്ട് ഡൈനിങ് ഹാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോ ഇതൊക്കെ മൂടി വെച്ചിട്ട് കയ്യാക്കാൻ പോലും നിർത്തിയിട്ടില്ല പാത്രം, അതൊക്കെ മൂടി വെച്ചാൽ വീണ്ടും കൊണ്ടിക്കോളും വീണ്ടും ചോരാൻ. കാരണം എന്തെങ്കിലും ഒരു തീരുമാനമാക്കണല്ലോ, അതിന്റെ അമ്മേനെയും കൂട്ടി പിടിച്ചു എന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ചൊറിയാൻ വേണ്ടി വന്നു. പക്ഷെ അന്നാണ് എന്റെ ലൈഫിനകത്ത് ഞാൻ ഈ ബിസിനസ്സിനകത്ത് ഒരു കടുത്ത തീരുമാനം എടുത്തത്. ഇന്ന് വരെ ഞാൻ ആ ഒരു വാക്ക് പിന്നെ ഞാൻ ഓളോടും ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല, സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായില്ല. അന്നിന്റെ പ്രഷറൊക്കെ തെറ്റി എന്ന് ഞാൻ അവളോട് കുറഞ്ഞ ഏക വാക്കത്ര മാത്രമേ, അന്നെ മാറ്റി വെക്കേണ്ടിയാലും അൽത്താഫ് മാറ്റി വെക്കും. പക്ഷെ മൈലേശ്വരി ബിസിനസ് നിങ്ങൾക്ക് കൈയടിക്കുമ്പോ നല്ല സുഖം. അന്ന് ഓളൊരു പോക്ക് പോയിട്ടുണ്ട് എന്റെ മുന്നിൽ കൂടി. 7 ദിവസത്തിന് വാതിൽ വന്നിട്ടില്ല. നമ്മളിത് 2 ദിവസം കഴിയുമ്പോ പതുക്കൊന്ന് തലം തിരിച്ചു നോക്കും, വരുന്നുണ്ടോ, ആര് വരുന്നു. ഒരു 7 ദിവസം കഴിയുമ്പോ ഞാൻ കരുതും പിന്നെയോ നോക്കാം. 7ാമത്തെ ദിവസം വന്നിട്ടോളാ മറ്റേ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് തട്ടിയിട്ടൊക്കെ കരുതി ഇവിടെ കിടക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോൾ ഓളും അവിടെ പോയിട്ടാ വീണ്ടും കിടക്കുന്നത്. ഇന്റെ ജീവിതത്തിലാണ് എനിക്ക് കൈകാലം വേത്ത് കിടാതെ ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ലൈഫിനകത്തുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വരുമെന്ന് തലം തിരിച്ചു, ഈ തലം തിരിച്ചു നോക്കിയിട്ട് തൊരന്റെ അരി തല ഇങ്ങനെ കിടക്കാന്നല്ലാണ്ട് അവിടെ കിടക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പിന്നെ തല വന്ന് നമ്മളെ തലക്കാണിമ്പോ തല വെച്ചത് കായ്യണ്ടപ്പോ യാതൊരു സംശയം കേൾക്കണ്ട. ഫസ്റ്റിലെ വീക്കിൽ 3300 ചില്ല രൂപ അത് കാട്ടിക്കൊടുത്ത സമയത്തുണ്ട് ഒരു ഇളിച്ചു കട്ടിയ രൂപ. 2ാമത്തെ ആഴ്ച അതേ പൈസ. പക്ഷെ 3ാമത്തെ ആഴ്ച 3000 സംതിങ് റുപ്പീസ് വന്ന സമയത്ത് ഓൾക്ക് ചെറിയൊരു ഒരളക്കം. പിറ്റത്തെ ആഴ്ച 7000 ചില്ല രൂപ വന്നു. അപ്പൊ ബെഡല്ല തട്ടണത്, മൊത്തം തട്ടലും. അപ്പൊ പിന്നെ സ്നേഹം തുടങ്ങി, നമ്മൾ പഴയ രീതിക്ക് തന്നെ തുടങ്ങി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞ ഏകവാക്കത്തിൽ നമ്മൾ ഈ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വഭാവം മാറിട്ടോ. എടുത്തേക്ക് എത്തിയ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, 2 വർഷം ചെറിയ 2 വർഷം നീ എനിക്ക് വേണ്ടി വിട്ടുകൂടാ. 2 വർഷം കൊണ്ട് എന്റെ ലൈഫിനകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടിടണം, നഷ്ടപ്പെട്ട എല്ലാ സാധനവും എത്താഫ് തിരിച്ചു തരുന്ന. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡന്റ് ഉണ്ട്. 7500 കിട്ടിയ കണ്ടിയിലോ വെച്ചാ ഇതിങ്ങനെ ലക്ഷങ്ങളാവുന്നു, ഉറപ്പാണെന്ന് വെച്ചു. ഉറപ്പാണ് അല്ലെങ്കിലോ എന്ന് വെച്ചാൽ എന്ത് പറയണം ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കുത്രങ്ങളുള്ളൂ. 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജീവിതങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന് ഞങ്ങളെ പാക്ക് ചെയ്യുന്ന ഇവിടുത്തെ സൗദിയേക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് കയറ്റിട്ടാണെങ്കിൽ ഗൾഫിൽ നിന്ന് തന്നെ കന്നിട്ട് വരെ കണ്ടു, ഇന്ന് വരെ ഗൾഫ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് കയറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചെന്നുള്ള ഞാൻ വരെ എഗ്രി ചെയ്തു. പക്ഷെ 2 വർഷം ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്, തക്കാളി, ഉള്ളി, ഈ ജാതി സാധനം, മുടിയാച്ചില്, തക്കാര, കുടിക്കല്, പള്ളാനല്, ഈ ജാതി ഒരു പരിപാടിക്ക് എന്ത് ചെയ്തു ഇന്നെ കാണാൻ ഈ പോയിക്കോളും. ഞാൻ അതൊക്കെ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തി തരണം. ഇവിടെ 2 വർഷം ഞാനൊരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ട് മൈലേശ്വരം ചെയ്യാൻ, നമ്മളൊക്കെ ഫസ്റ്റ് പയത്ത മൈലേശ്വരം നമ്മൾ ചെയ്യാം. നമ്മൾ മീറ്റിങ്ങിന് പോകും അല്ലേ? ഞാൻ മീറ്റിങ്ങിനല്ല പോയത്, ഞാൻ കോഴിക്കോട് മിഠായി തെരുത്ത് പോയി. അവിടെ ആൾക്കാരുണ്ട്. അവിടെ മിഠായി തെരുത്ത് പോയിട്ട് 1500 1400 രൂപയിട്ട് പോയിട്ട് 2 പാന്റ്, 2 ഷർട്ട്, 1 ബെൽറ്റ്, 1 ബാഗ്, 1 ഷൂ വാങ്ങിയിട്ടാണ് ഞാൻ മൈലേശ്വരം ബിസിനസ് തുടങ്ങിയത്. നമ്മൾ ആലോചിക്കുക, 1400 രൂപക്ക് എത്ര ക്വാളിറ്റിയുള്ള സാധനം കിട്ടും? അത് കോഴിക്കോട് മിഠായി തെരുത്ത് പോയാൽ റോഡ് സൈഡിൽ വിൽക്കുന്നതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അത് ഞാൻ ATC ആയ സമയത്ത് ഓടിയിട്ട് സ്റ്റേജിന്റെ മുകളിൽ അങ്ങനെ കയറുമ്പോ ഈ സാധനത്തിന്റെ അടിഭാഗം ഉണ്ടല്ലോ, അത്രയും ക്വാളിറ്റിയുള്ള സാധനം. ആ രീതിയിനകത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇറങ്ങിയത്. അപ്പം എല്ലാവരും നേരെ മീറ്റിങ്ങിനകത്ത് പോയിട്ട് പഠിക്കാനൊന്നുമല്ല നിന്നത്. പക്ഷെ ഞാൻ പഠിച്ചൊരു സാധനം എന്താ പറയുക, ഞാൻ പഠിച്ച ഏക സാധനം എന്താ വെച്ചാല്, നമ്മളൊരു ഷോപ്പിൽ നമ്മളെന്നെ ഒരു ജ്വല്ലറിയിലേക്ക് എടുക്കുക. ജ്വല്ലറിക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ കള്ളിത്തിനോട്ട് പള്ളിയും കുറിപ്പിച്ചിങ്ങനെ ഒരെടുക്കോ അപ്പൊ എന്താ പറയാ, പോയി ചങ്ങായി പാൻറ് ഇട്ട് വന്നാണ്, പാൻറ് കുപ്പായൊക്കെ ഇട്ടിട്ട് ഒന്ന് വൃത്തിയായിട്ട് വന്നാണ് അല്ലെ. എന്താ പറയാ, ഏതൊരു പ്രൊഫഷൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ എന്ത് വേണം, ഡ്രസ് കോഡ് കറക്റ്റ് ആണ് അല്ലെ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ മാതിരി അതൊരു പാൻറ് ഇട്ട് ഇറക്കണമെന്നല്ലേ.
9 വർഷം 9.5 വർഷമായിട്ട് ഞാൻ പാന്റ് യൂസ് ചെയ്തിട്ട് പോലുമില്ല. ഓൺലി മുണ്ട് മാത്രം ഉടുക്കൊള്ളു, തുണി ഷർട്ടും. അതല്ലാതെ പാന്റ് ഞാൻ ഉപയോഗിക്കലെന്നെ നിർത്തിനി 8.5 വർഷമായിട്ട്. 8.5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാന്റ് ഇടുന്നത് മൈലേജ് ഷർട്ട്. റഫീഖ് സാറോട് ചോദിച്ചാൽ മതി. റഫീഖ് സാറിന്റെ ഫസ്റ്റ് പ്ലാൻ കയറാൻ വരുന്ന സമയത്തും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്തും ഒക്കെ ഞാൻ തുണിയാ, ഞാൻ പാന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഡ്രസ് കോഡ് ആദ്യം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ എന്ത് പഠിക്കാൻ നമുക്ക് ബുക്ക് തുറന്ന സമയത്ത് ഇതിനകത്ത് കാണുന്ന കാര്യം എന്താണ്? എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് കാണാൻ പറ്റും. ഒരു ചാമ്പിയും ഒരു നോവേലരി, 2 പ്രോഡക്റ്റ്, ഉഷാർ പ്രോഡക്റ്റ് അല്ലെ. ഞാൻ ഈ 2 സാധനം ഒന്നാണ് വൈഹാട്ടാക്കി. ചാമ്പി നോവേലര, ഈ 2 സാധനം ഞാൻ എന്റെ ജീവിതത്തിന് ഈ ബിസിനസിനകത്ത് വൈഹാട്ടാക്കിയ തുടക്കത്തിനകത്ത്. ഇന്ന് ഞാൻ എല്ലാ പ്രോഡക്റ്റും ഞാൻ പറയും. അന്ന് ഞാൻ ഈ 2 പ്രോഡക്റ്റ് പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ഇങ്ങനെ മറക്കുന്ന സാധനത്തിന് എന്താ പറയാ, ഇങ്ങനെ ബുക്ക് വരെ ഇങ്ങനെ അതെന്തായാലും ശരി, ഇങ്ങനെ മറ്റൊരു ബുക്ക് 200 പേജുള്ള വാങ്ങി. 200 പേജുള്ള ഒരു ബുക്കും വാങ്ങിയിട്ട് ഈ ബാഗ് ഇട്ടിട്ട് ഞാൻ ഈ പ്രോഡക്റ്റിന്റെ കാറ്റലോഗ് ഇട്ടിട്ട് ഞാനവിടെ ഇറങ്ങി കച്ചവടത്തിൽ. പ്രോഡക്റ്റ് വിൽക്കാനല്ല ഇറങ്ങിയത്, പ്ലാൻ കൊടുക്കാനാണ് ഇറങ്ങിയത്. പ്ലാൻ കൊടുക്കാനാണ് ഇറങ്ങി. കയ്യടിച്ചാൽ നല്ല സുഖ. പ്ലാൻ കൊടുത്തോന്നൊക്കെ പറഞ്ഞു ഓനക്ക് പിരാന്തായി. പിന്നെ അടുത്തോനോടോ വിളിച്ചറിയാം, അൽത്താപ്പ് വരും, എന്തോ ഒരു ഡൈപ്പേറ്റ് വരുന്നുണ്ട്, മാറിക്കൊണ്ടി എന്നറിയാം. ഒറ്റ ആള് ഞാൻ പറഞ്ഞു 10-40 ആൾക്ക് പ്ലാൻ കൊടുത്തിട്ട് 4 ആൾക്കാർ 5 ആൾക്കാരോട് പറഞ്ഞു നോക്കാന്ന്. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനം വേറൊന്നായിരുന്നു. 1000 ആൾക്ക് പ്ലാൻ കൊടുത്താലും 1000 ആള് നോ പറഞ്ഞാലും 1001ാമത്തെ ആൾക്ക് പ്ലാൻ കൊടുക്കാനും ഫസ്റ്റ് തുടങ്ങിയതിനേക്കാളും എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഞാൻ പ്ലാൻ കൊടുക്കുന്ന തീരുമാനമെടുക്കാം. പിന്നെ എനിക്ക് 10 അല്ല 100 ആൾക്കാർ നോ പറഞ്ഞാലും എന്റെ വിഷയമല്ല, നമുക്കതൊരു വിഷയമല്ല. ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചു. ആൾക്കാർ നോ പറഞ്ഞ സമയത്ത് ഞാൻ എഴുതി വെച്ചു 100. ഈ ബുക്കിനകത്ത് 200 പേജ് ഉണ്ട്. ഈ 200 പേജ് ബുക്ക് തീരുന്നതിന്റെ മുന്നേ മൈലേജ് ബിസിനസ്സില് 2,10,000 വാങ്ങുന്നത് അന്ന് എഴുതി വെച്ചത്. അന്ന് ഈ ബിസിനസ്സിനകത്ത് എന്തെല്ലാം ഒരു DC പോലും ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പണിയെടുത്തു. 11ാമത്തെ മാസം കിടക്കുന്നത് അക്കൗണ്ടിൽ 2,10. 5.5 മാസം കൊണ്ട് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ട് ബിസിനസ്സിനകത്ത് കൂടി. DC ആകാൻ 45 ദിവസമുള്ളൂ തീരുമാനം എടുത്ത് ഇറങ്ങിയതിന് ശേഷം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കരുതും എങ്ങനെയെന്നുള്ളത്. നിങ്ങളൊക്കെ ഈ ബുക്ക് വായിക്കുന്നുണ്ട്. കോലോക്കൈല എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിട്ട് എന്റെ മൂത്തമ്മന്റെ മോനാ. കോലോക്കൈല എന്ന് പറഞ്ഞ ആള് ബുക്ക് ചെയ്ത എന്റെ സയന്റിസ്റ്റോ അല്ല, എന്തായാലും ഒരു ഓതറാ. അതെനിക്കറിയാം. പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? നിങ്ങളൊരു കാര്യത്തിന് തയ്യാറെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരുങ്ങി തീരുന്നതായിരിക്കും അല്ലേ? ഈ ലോകം മുഴുവനും നിങ്ങളെ സക്സസിന് വേണ്ടിയിട്ട് കൂട്ടുനിന്നിരുന്നവരാണ്. അതെങ്ങനെ കൂട്ടുനിന്നിരുന്നത്? നമ്മള് ഒരു ആവേശത്തോട് കൂടിയിട്ട് എന്താ പറയാ, ഒരു ലോജിക് ഇല്ലാത്ത രീതിയിനകത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം? അങ്ങോട്ട് പണിയെടുക്കണം. അതാണ് ലക്ഷ്യം മാത്രമേ മുന്നിലുള്ളൂ. നോ എന്തില്ല, അതിന്റെ മുന്നിലില്ല. കാരണം ഞാൻ ഇന്നും പ്രസന്റ് ചെയ്യണ ബുക്കൊക്കെ എനിക്കറിയാം. എന്നിട്ട് 5 ബുക്ക് തീർന്നു, 5 ഡയറി തീർന്നിക്കണ്. ഒരൊറ്റ ഡയറിയിൽ സംഖ്യ അല്ലാതെ ഒരൊറ്റ മലയാളം ഇംഗ്ലീഷ് ഉണ്ടാവില്ല. ഒറ്റ കഴിച്ച് രണ്ടീസിന് തന്നെ പറഞ്ഞറിയില്ല. അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വട്ടം വരക്കാൻ അറിഞ്ഞാൽ മതി. 2,10,000 എഴുതാനല്ല. 2,10,000 ഞാൻ എഴുതൂല. 2 1 0 പരിപാടി അത്രേ ഉള്ളൂ. ഇന്നലെ പ്ലാൻ കൊടുക്കണ ഞാൻ നോക്കില്ല. ഓർക്ക് ഒരു മരം വരക്കും. മരം വെച്ചാൽ ഇവിടെ 10,000 ഇവിടെ 10,000 വന്നാൽ 1,000 രൂപ കിട്ടും. 1 ലക്ഷം വന്നാൽ 10,000 കിട്ടും. 17 ലക്ഷം 2,10,000 പോരുണ്ടോ ചോദിച്ചു. ആൾ തന്നെ കണ്ണു പോക്കും. ശരിക്കും എനിക്ക് ഭ്രാന്താണ്. നമ്മളെ കോൺഫിഡന്റും ബിലീഫും ആണെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാർ നമ്മളെ കൂടെ വരും. കാരണം എന്താ അറിയോ? ഇവൻ എങ്ങോട്ടോ പോണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വരും അല്ലെ? ഇവൻ എന്തോ സാധനം ഇട്ടാന്നുള്ളത് കുറെ ആൾക്കാരോട് പറയുമ്പോ ഏതെങ്കിലും ഒരുത്തർക്ക് തന്നെ എന്ത് ചെയ്യും? മനസ്സിലാവും. പക്ഷെ ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്തത് അങ്ങനെ, അതല്ലാതെ ആരും കാത്തുന്നിട്ടൊന്നല്ല. റഫീഖ് സാർ ആലോചിച്ചു. റഫീഖ് സാറിന്റെ ഓർഗനൈസേഷനകത്ത് വന്നിട്ട് എത്ര കൊല്ലായിരുന്നു ചോദിച്ചു എത്ര കൊല്ലായിരുന്നു ചോദിച്ചു. ഒരാവശ്യമില്ല. എന്താണെന്നറിയോ? ഞാൻ ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്ന സമയത്ത്, എനിക്ക് റഫീഖ് സാർ ബിസിനസിന്റെ പ്ലാൻ തരുന്ന സമയത്ത് റഫീഖ് സാറിനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഓർക്ക് 1ൽ 10,000, ഓർക്ക് 2ൽ 10,000 രൂപന്റെ ബിസിനസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1,000 രൂപ കിട്ടുന്നത്. 17 ലക്ഷം കഴിഞ്ഞാൽ 2,10,000 കിട്ടുന്ന. അത് ആർക്ക് കിട്ടുന്ന പറഞ്ഞേ? എനിക്ക് കിട്ടുന്നതാണ്. അതല്ലാതെ റഫീഖ് സാറിന് അതിന് 1,000 കൊടുക്കണം 2,000 കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് റഫീഖ് സാർ കൊടുത്തിട്ട് റഫീഖിനെ സഹായിക്കാൻ വിളിക്കണം. ഞാൻ വിളിക്കണം. അത് എനിക്കല്ല കിട്ടും. അപ്പൊ പണിക്കേണ്ട ആളാരാ? ഞാനാണ് പണിക്കുന്നത്. റഫീഖ് സാറല്ല പണിക്കുന്നത്. ഇന്റെ ബിസിനസ് ഞാനാണ് എടുക്കുന്നത്.
ഞാൻ ഈ ബിസിനസ്സിനകത്ത് കടന്നു വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഏക കാര്യം എന്താ അറിയോ? ഞാൻ 4ാം ക്ലാസ്സുകാരനാ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും പറയും ഞാൻ 4ാം ക്ലാസ്സുകാരനാ. പക്ഷെ എന്റെ ഓർഗനൈസേഷനകത്ത് ഒരു 4ാം ക്ലാസ്സുകാരനെ ഞാൻ കൊണ്ടുവരാൻ ഞാൻ ഇതുവരെ പണിയെടുക്കുന്നില്ല, ഞാൻ കൊണ്ടുവരുന്നില്ല. കാരണം എന്താ? ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ നമുക്കൊന്ന് നോക്കാം. ഹെൻറി ഫോർഡ് എത്രാം ക്ലാസ് വിദ്യാഭ്യാസം അറിയോ? 4ാം ക്ലാസ്സുകാരനാ. ധീരുഭായ് അംബാനി എത്രാം ക്ലാസ് വിദ്യാഭ്യാസക്കാരനാ? 4ാം കഴിഞ്ഞ്. അതൊന്നും വേണ്ട. ഇവിടെ ഉണ്ട് മറ്റേ ഇത് വിൽക്കണേ, ഇത് നമ്മളെ കാരക്ക് ഈത്തപ്പയം വിൽക്കണ എന്താ പേര്? അജിഫാനി. അയാൾക്ക് 4ാം ക്ലാസ്സുകാരനാ. പക്ഷെ ഞാൻ ഇവരൊക്കെ നോക്കിയ സമയത്ത് ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക? അവര് 4ാം ക്ലാസ്സുകാരും 7ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരൊക്കെ. പക്ഷെ അവരുടെ സ്ഥാപനത്തിനൊന്നും ഒരു 4ാം ക്ലാസ്സുകാരനെ അവർ വെച്ചില്ല. ഒക്കെ MBA-കാരും ഒക്കെ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാരാണ് പരിക്കൃതത്തിലുള്ളത്. പിന്നെ നമ്മൾ മൈലേജിൽ എന്നിട്ട് ഞാൻ 4ാം ക്ലാസ്സുകാരനെ കൊണ്ടുവന്ന ഓൻ പിന്നെ 2ാം ക്ലാസ്സുകാരെ തെരഞ്ഞെടുക്കും. 2ാം ക്ലാസ്സുകാരൻ പിന്നെ സ്കൂൾ പോകാത്തവരെ നോക്കും. ഓൻ പിന്നെ ചാണം പാരുന്നവരെ പിന്നാലെ പോകും. പിന്നെ ആരെ കിട്ടും ഇതിനകത്ത്? പിന്നെ അവിടെ അങ്ങോട്ട് ആളില്ല. മുമ്പത്തിനോട് ഞാൻ ഇവിടുന്ന് ഞാൻ സ്ഥലം ഞാൻ മലാണ്ടപ്പേ ഇനി ഇവിടുത്തെ സ്ഥലം ചെയ്തു ഞാൻ ഇവിടെ തീർന്നു. എന്താ കാര്യം? അവിടത്തിനാണ് നിൽക്കും സാധനം. ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മളെക്കാളും കഴിവും നമ്മളെക്കാളും സ്കില്ലുള്ള ആളുകൾ എന്ത് ചെയ്യണം? നമ്മളെക്കാളും സ്കില്ല് നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ നമുക്ക് കൂടി പിടിക്കണം. അതാണ് ഈ ബിസിനസ്സിനകത്ത് ഏക വേണ്ടിയ സാധനം. അല്ലാതെ ഈ ബിസിനസ്സിനകത്ത് പ്രത്യേകിച്ച് ഒരു കഴിവൊന്നും ഞാൻ ബിസിനസ്സിനകത്ത് കണ്ടില്ല. എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒന്ന് ചെയ്തൂടെ? എന്താ പ്രശ്നം നമ്മൾ ചെയ്യാത്തത്? നമ്മൾ ഈ പട്ടര ബോധന തല്ലാൻ പോയാ പട്ടര ബോധന തല്ലാൻ പോയ കഥാട്ടില്ലേ? ഇത് പട്ടർക്ക് എവിടെ നോക്കി കഴിഞ്ഞാലും ബോധന വർമ്മ ബോധന ഇങ്ങനെ പോകുമ്പോ വഴിയോട്ട് ഇങ്ങനെ അടിക്കുമ്പോ അത്ര ബോധനല്ല, ബോധം ഇങ്ങനെ കെടുത്ത് ഉണ്ടടിക്കും. അപ്പോൾ അതിലൂടെ ഒരു കോമ്പ് ഇങ്ങനെ പോകുന്നു, നടന്നിങ്ങനെ പോവുക. കോമ്പ് എന്താ പട്ടര വെച്ച് ഒന്ന് ഈ പോത്ത് നടക്കുന്നില്ല ഇടയിൽ തന്നെ. അപ്പം കോമ്പ് ആ വടി വാങ്ങിയിട്ട് 4 പൊട്ടിച്ചാലാണ് പൊട്ടിച്ച് 4 അരക്കാണ്ടാക്കിയപ്പോ പോത്തല്ലാണ്ട് അതാ പോണ്. അപ്പൊ അതേ പോത്ത് പട്ടര വെക്കാൻ അതിന് മർമ്മാണ്. എന്ത് മർമ്മോ? ഈ പോത്തുകൾ തലയിൽ പോത്തോടെ വെക്കുക. ഇല്ല, നമ്മളിന്ന് ആൾക്കാർ നമ്മളിങ്ങനെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അവർക്ക് അത് പറയാൻ പറ്റുമോ? ഈ ജാതി ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇറങ്ങിയിട്ട് പണിയെടുക്കാൻ. പക്ഷെ അൾട്ടിമേറ്റ് എന്ത് വേണമെന്ന് അറിയോ? എന്ത് വേണം? ഒരു പർപ്പസ് വേണം, ലക്ഷ്യം വേണം. എങ്ങോട്ടാണ് നിങ്ങൾ പോണെന്നുള്ളത്. നമ്മൾ മണ്ണ് പലപ്പോഴും ചെയ്യുന്ന പണി എന്താണെന്ന് അറിയോ? എന്താണ്? നിങ്ങൾ കോഴിക്കോട്ടങ്ങാടിക്ക് ഇവിടുന്ന് കോഴിക്കോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? ഇവിടെ ബസ്സിനാണ് പോകുന്നത്, നിങ്ങൾ എന്താ ചെയ്യാം? ഇവിടെ ബസ്സിനാണ് അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയിക്കണം. നിങ്ങൾക്ക് കോഴിക്കോട്ട് പോകണം, ബസ്സിനൊന്നും ബോർഡില്ല. നിങ്ങൾ കോഴിക്കോട്ടേക്ക് ഒരു ബോർഡിന് ബസ്സില്ല. നിങ്ങൾ ഏത് ബസ്സിലാണ് കയറുക? കോഴിക്കോട്ടേക്ക് ബസ്സിന് കയറുമ്പോൾ കോഴിക്കോട്ടേക്കൊക്കെ പോകണം, ബോർഡിന് ബസ്സില്ല. പക്ഷെ നിങ്ങൾ കോഴിക്കോട് നിന്നുള്ള ഒരു ബോർഡ് വെച്ച ബസ് ഉണ്ടാവില്ല. നമ്മൾ കോഴിക്കോടുക്കാണെങ്കിലോ കയറും അല്ലേ? എന്താ കാര്യം നമ്മളെ അവസ്ഥ? നമ്മൾ എങ്ങോട്ടാ പോകണമെന്നുള്ള ഒരു ബോർഡില്ല. പിന്നെ നിങ്ങളെ കൂടെ ആരാ കയറുക? ആരാ നിങ്ങളെ വണ്ടി കയറുക? നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്നുള്ള നിങ്ങൾക്ക് അറിയില്ല. എങ്ങോട്ടാ പോകണമെന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബോർഡ് ആദ്യം ഉണ്ടാക്കി. ഒരു നെറ്റിന്റെ മുകളിൽ ഒരു ബോർഡ് എത്തിച്ചു കോഴിക്കോട്ടേക്കാ പോകണമെന്നുണ്ടാക്കി. സക്സസിലേക്ക് മൂവ് ചെയ്യുന്നത് ബ്രെയിനകത്ത് ആദ്യം എന്തെങ്കിലും ഒരു ബോർഡ് വെക്കും, എന്നിട്ട് പണിയെടുക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് റിസൾട്ട് ഉണ്ടാക്കുക. ഞാൻ മൈലേഷ്യൻ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഞാൻ ആദ്യം നോക്കി എന്റെ മോളെ മക്കളൊക്കെ. എന്റെ ഭാര്യ എപ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞ സമയം ഭാര്യനൊന്ന് നല്ല രീതിയിൽ ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുക, ഭാര്യ ഒന്ന് ഇങ്ങോട്ട് ചിരിക്കുക. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 26 വർഷമായിട്ട്. 26 വർഷത്തിനകത്ത് 23 വർഷന്റെ ഒരു ജീവിതം. അവിടുന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരു നല്ല രീതിയിനകത്തുള്ള ഒരു ലൈഫാണ്. നല്ല രീതിയിനകത്തുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വീട് അല്ലെ, നല്ല കാറ് അല്ലെ, നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം അല്ലെ, ഇതൊക്കെ അല്ലേ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെ. പൈസ എന്നുള്ള ഒരു സംഭവം നമ്മളെ ആവശ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും എന്താണ്? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ജീവിതം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം. ഇന്ന് എത്ര ആൾക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ട്?